എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3 വർഷത്തിന് ശേഷം നമ്മളൊരു ഷോറൂമിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ASR കാർസ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് തലശ്ശേരിയിലാണ്. തലശ്ശേരി ടൗൺ കഴിഞ്ഞ് കണ്ണൂരേക്ക് പോകുന്ന റൂട്ടിലാണ്. നമ്മുടെ തലശ്ശേരി കോടതിയൊക്കെ വരുന്നില്ലേ, കോടതി എത്തണ്ട, അതിൻ്റെയൊക്കെ മുന്നേ ആയിട്ടാണ്. തലശ്ശേരി ടൗണിൻ്റെയും കോടതിൻ്റെയും ഇടയിലായിട്ട് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡായിട്ട് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റിയ ഷോറൂമാണ് ASR യൂസ്ഡ് കാർ ഷോറൂം. അപ്പോൾ ഈ ഷോറൂം ഇപ്പോൾ റീഇന്നോവേറ്റ് ചെയ്തിരിക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് കുറച്ച് അടിപൊളി എന്താ പറയുക പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതുകൂടാതെ തന്നെ ഇവർക്ക് വേറൊരു യാർഡ് ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട്. അവിടെ ചെറുവണ്ടികൾ ഏത് സെഗ്മെൻ്റ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിൽ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്താ നമുക്ക് സാഹിൽക്കനെ സ്വാഗതം ചെയ്യാം. സുഖമല്ലേ? കുറേ കാലമല്ലേ നമ്മൾ കണ്ടിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ പോകുന്നു പുതിയ ഷോറൂം? എപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞേ? ഉദ്ഘാടനം രണ്ടാമത് ജനുവരി ഫസ്റ്റ് കഴിഞ്ഞാണല്ലോ. ഓക്കെ. ഞാൻ മുന്നേ പോകുമ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന കണ്ടിരുന്നു. ഓക്കെ. നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ഇവിടെ തന്നെ അല്ലേ? പ്രീമിയം മൊത്തം യാർഡുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പ്രീമിയം ചെയ്തത് ASR എന്നാണ് കേട്ടോ. നമ്മുടെ ടീം ടെക് ചാനലിൽ ആദ്യമായിട്ട് പ്രീമിയം വണ്ടികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം ഒരു പ്രീമിയം വണ്ടികളാണ് ഷോറൂം. അതെ, കുറേ പേര് നമ്മളോട് പിന്നെയും കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു ASR എന്താ കാണിക്കാത്ത. ASR കുറേ കമന്റ് വന്നിരുന്നു മുന്നേ ഇടക്കാലത്തൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. തലശ്ശേരിക്കാർക്കും കണ്ണൂരുകാർക്കും എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് അടിപൊളി കുറേ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾ, കുറേ വാഹനങ്ങളുണ്ട്. ഒക്കെ നമുക്ക് പരിചയപ്പെടാം. താഴത്തേലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളോ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ പ്രൈസൊക്കെ ഏകദേശം നല്ല റേറ്റാണ്. മാക്സിമം കുറച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ചാനലിൽ ലിങ്ക് കയറി ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം BMW ഒരു GT തുടങ്ങാം അല്ലേ? KL 58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള GT ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം അല്ലേ? 2018. എത്ര ഓട്ടം? ഇത് 65,000 കിലോമീറ്റർ നിലവിൽ ഓടിയ വാഹനം. 2018 ഫുൾ കമ്പനി ഹിസ്റ്ററി ആണോ? കമ്പനി ഹിസ്റ്ററി കറക്റ്റ്. എല്ലാ വർക്ക് എടുത്താൽ മതി. നിലവിലൊരു വർക്കുമില്ല. എടുക്കുന്ന പാർട്ടിക്ക് അടുത്ത 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി അല്ലേ? പക്കയാണ്. ഓക്കെ. കേരള വണ്ടിയാണ് തന്നെയല്ലേ കൂടുതൽ ചെയ്യുന്നത് ഇവിടെ? നമ്മൾ ഫുൾ കേരള വണ്ടികളാണ്. ഫുൾ കേരള വണ്ടിയാണ്. ഓക്കെ. പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? 2018 35 ലക്ഷം അല്ലേ? ഓക്കെ. 2018 GT ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ. ഫാൻസി നമ്പർ 6 ആണ്. KL 58 വരുന്ന നമ്പറാണ്. ഓക്കെ. മാക്സിമം ലോൺ കയറും ഇതിൽ? 32 കിട്ടും എന്തായാലും. അത്രയും കാര്യം ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ. കേരള വണ്ടി തന്നെയാണ്, റീ വണ്ടി ഒന്നുമല്ല. വേറെ ടാക്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. വേറെ വർക്കും എടുക്കണ്ട, അടുത്തൊരു സർവീസ് മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ നിലവിൽ കറക്റ്റ് സർവീസ് ചെയ്ത് വണ്ടിയാണ്. ചെയ്ത് വെച്ചേക്കാം സർവീസ്. ഇനി അടുത്ത 15,000 ചെയ്താൽ മതിയോ? ഓടിയിട്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത ബെൻസിലേക്ക് വരാം. മെഴ്സിഡസ് ബെൻസിൻ്റെ GLA ആണ്. നമ്മുടെ CLAയുടെ ഒരു SUV കാറ്റഗറി എന്ന് പറയാം അല്ലേ? ഓക്കെ. അതേ ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരും, ഡാഷ്ബോർഡൊക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡൽ. ഓക്കെ. ഡീസൽ വണ്ടി. GLA 76 കിലോമീറ്റർ ആയി. 76,000 2015 മോഡൽ അല്ല? 15 പറഞ്ഞ? 15 മോഡൽ. ഓക്കെ. ഇതും പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ലഭ്യമാണ്. കമ്പനി മെയിൻ്റെനൻസ് എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എത്ര കഴിഞ്ഞാൽ സർവീസ്? ഇപ്പോൾ നിലവിൽ 70 ചെയ്തിട്ടുണ്ട്. ഇനി 80 ചെയ്യേണ്ടി വരും. എത്ര കിലോമീറ്റർ ആയത്? 76 ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 70 ചെയ്തിട്ടുണ്ട്, 85 ചെയ്താൽ പോരെ? 80 ചെയ്യണം. 15,000 കിലോമീറ്റർ കൂടുമല്ലേ വരുന്നത്? ഓക്കെ. അപ്പോൾ 85 ചെയ്താൽ മതിയാവും. ഓക്കെ. ഓക്കെ. വേറെ നിലവിൽ വർക്കൊന്നുമില്ല അല്ലേ? ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വാഹനം, ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഒരു ബെൻസിൻ്റെ ഒരു ചെറിയൊരു SUV വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, എടുക്കാൻ പറ്റിയൊരു വാഹനം അല്ലേ? ഓക്കെ.
ഫീച്ചർ വൈസ് നമ്മളൊന്നും പറയാനില്ല, പ്രീമിയം വണ്ടികളിൽ ഫീച്ചർ വൈസ് എടുത്ത് പറഞ്ഞിട്ടുന്ന കാര്യം ഒന്നുമില്ല. പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെയാണ്? ഇതിന് പ്രൈസ് വരുന്നത് 22 ഓസ്റ്റിംഗ് ആണ്. 22,00,000 GLA സിംഗിൾ ഓൺഷിപ്പ് തന്നെ, അല്ല സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, ആസ്കിംഗ് ആണ് 22,00,000. വില എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്ന എല്ലാ വണ്ടിക്കും വില എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ഫിക്സഡ് റേറ്റ് എന്തായാലും ഉള്ളല്ലോ. ഓക്കെ, മാക്സിമം ലോണും കയറും അല്ലേ? ഇതിന് ഏകദേശം ഒരു 18 ലക്ഷം കിട്ടും. 15 വരെ പോകും. 15 വരെ കിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൻ്റെയൊക്കെ ഇൻഷുറൻസ് എന്താ അവസ്ഥ? ഇൻഷുറൻസ് നിലവിൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ. നേരത്തെ കണ്ട് GT കൊണ്ട് അല്ല? ഓക്കെ, ഏകദേശം എത്ര കോസ്റ്റ് വരും? 10-25 രൂപ ഒക്കെ വരുമോ ഇതിനൊക്കെ? ഇതിന് 23 അങ്ങനെ വരുന്നു. 23 റേഞ്ച് ഇൻഷുറൻസ് കോസ്റ്റാണ് ചോദിച്ചത്. നിലവിലുണ്ട്, എന്തായാലും എടുക്കുമ്പോഴുള്ളത് ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു തലശ്ശേരി വണ്ടി തന്നെയാണ്, മെഴ്സിഡസ് ബെൻസ് GLE 250D അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2017 സിംഗിൾ ഓണർ, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്, ഫാൻസി നമ്പർ ഉണ്ട്. ഓക്കെ, GLE 250. എത്ര ഓടി? ടോട്ടം 86 ഓടി. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2017 മോഡൽ GLE ആണ്. ഇതിനൊക്കെ ഒരു 13-14 റേഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? കുറവാണ്. 250 ആണ്ട് കുറച്ച് കിട്ടൂല. മൈലേജ് കുറവാണ്. ഇത് 250 ആണ്ട് ഏകദേശം ഒരു 14 കിട്ടും. ഇതിൻ്റെ കാറ്റഗറിയിൽ കുറച്ച് മൈലേജ് ഉള്ള ഇതാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, 7 സീറ്റർ അല്ലല്ലോ? 7 സീറ്റർ ആണല്ലോ? 5 സീറ്ററാ? ഓക്കെ, 5 സീറ്റർ വാഹനമാണ്. ഓക്കെ, പ്രൈസിങ് ഞാനിപ്പോൾ 44 ലക്ഷം ആസ്കിംഗ് ആണ്. 2017 GLE 250D ആണ്. 86,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ലോറി ബ്രേക്ക് ഇട്ട് പോയതാണ്. ഒരു 40 lakhs ലോൺ കിട്ടുമോ? 38 വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ വർക്കൊക്കെ നിലവിൽ എല്ലാം കഴിഞ്ഞിട്ടാണോ? കറക്റ്റ് കമ്പനി ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ പറ്റൂലേ? ഇവിടെ വന്നാൽ കസ്റ്റമറിന് എടുത്തു കൊടുക്കാമല്ലോ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത ടൊയോട്ടയുടെ ഒരു പ്രീമിയം വാഹനമാണ്, ടൊയോട്ട ക്യാമ്രി ആണ്. KL 17 രജിസ്ട്രേഷനുള്ള വാഹനമാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? റെയർ പീസ് സാധനമാണ്. 2019 ഹൈബ്രിഡ് ക്യാമ്രി. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവോ? 27-13 അടുത്തായിട്ട് കിട്ടുന്നു. നമുക്കൊരു 22 ഒക്കെ പറയാം. തീർച്ചയായിട്ടും ഹൈബ്രിഡാണ്, ഫുൾ മോഡൽ. ഓക്കെ, മാക്സിമം മൈലേജ് കിട്ടുന്നുണ്ട്. 49,000 കിലോമീറ്റർ. കമ്പനി വാറണ്ടി എന്തെങ്കിലും നിലവിൽ എക്സ്റ്റൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞിട്ടുണ്ടാവും. 19 ഓക്കെ, നിലവിൽ വർക്കൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്, പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഡീസലാണ് അല്ല? അല്ല, പെട്രോളിൽ ഹൈബ്രിഡ്. ഹൈബ്രിഡാണ് വരുന്നത്. ഡീസൽ ഇപ്പോൾ ഇറങ്ങുന്നില്ല? ഇത് ഇല്ല, അറിയുന്നില്ല. ഓക്കെ, പെട്രോൾ ഹൈബ്രിഡ് ക്യാമ്രി ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പ്രൈസിങ് എങ്ങനെയാണ് പറഞ്ഞോളൂ? ടൊയോട്ടയുടെ ലക്ഷറി 40 ലക്ഷം അല്ല? ഓക്കെ, 2019 ക്യാമ്രി ടോപ്പൻ ആണ് അല്ലേ? 40 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോൾ വാഹനമാണ്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഡീസലാണ് കേട്ടോ. നേരത്തെ കണ്ടെല്ലാം വണ്ടി ഡീസലാണ്. ഓക്കെ, പെട്രോൾ ഹൈബ്രിഡ്. ഇത് മൈലേജ് 27 ഒക്കെ കിട്ടും. ഓക്കെ, ഒരു ഏവറേജും മൈലേജാണ്. ലോണ് കയറുമോ? ലോണ് ഒരു 35 കയറുന്നുണ്ട്. പിന്നെ ടൊയോട്ട ആയതുകൊണ്ട് വലിയൊരു മെയിൻ്റനൻസ് പേടിക്കണ്ടല്ലോ? മെയിൻ്റനൻസ് കുറവായിരിക്കുമല്ലോ മൊത്തത്തിൽ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് വമ്പന്മാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്, അതിലേക്ക് പോകാം. ഇനി നമ്മൾ കുറച്ച് ഭീകരന്മാരിലേക്ക് വരികയാണ്. എല്ലാം ഒരു 7 സീറ്റർ സെഗ്മെൻ്റ് എന്ന് പറയാം അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഡിസ്കവർ ചെയ്തൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് MG ഗ്ലോസ്റ്റർ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 7 സീറ്റർ വാഹനമാണ്. ഇത് 7 സീറ്റ് ഗ്ലോസ്റ്റർ. ഏതാ മോഡൽ? 2020. 90 കിലോമീറ്റർ 90,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, 90,000 ഡ്രൈവ് മോഡ് വരുന്ന വണ്ടിയാണ്. എല്ലാ ഫെസിലിറ്റിയും ഇതിൽ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് കുറേ ഉണ്ട്. പിന്നെ 8 എയർ ബാഗ് ഓക്കെ ഇതൊക്കെ വരുന്ന എല്ലാ, അതായത് ലക്ഷറി ടൈപ്പ് എല്ലാ വണ്ടിക്കുള്ള അതിനായിട്ട് കൂടുതലുണ്ടെന്ന് തന്നെ പറയാം. എന്നാലും അതിൻ്റെ അത്ര പൈസയും വരില്ല. ഒരു ലക്ഷറി ഫീച്ചേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് ഗ്ലോസ്റ്റർ. 6 ഡ്രൈവ് മോഡ് തന്നെ ഉണ്ട്. മഡ്, സാൻഡ്, സ്നോ, ഇക്കണോമി, വേറെ 2 ഉണ്ട്, മറന്നുപോയി. കുറേ മോഡ് വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സുള്ള ടോപ്പ് എൻഡ് വാഹനം അല്ല? ഓക്കെ, മോറിസ് ഗാരേജ് കേരള വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള ഗ്ലോസ്റ്റർ. ഓൺ ദ റോഡ് വരുന്നതിൻ്റെ പകുതി പൈസക്ക് വണ്ടി കിട്ടും. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇപ്പോൾ 30 നമ്മൾ ചോദിക്കുന്നത് ആവശ്യമാണ്. 30 ലക്ഷം ആസ്കിംഗ് ആണ് അല്ല? 2020 ടോപ്പ് എൻഡ് വാഹനമാണ്, സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ഓക്കെ, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ ഈ ഓട്ടത്തിന്? ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനി സർവീസുള്ള വാഹനം എല്ലാം ഉണ്ട്. ഓക്കെ, 30 lakhs ആസ്കിംഗ് ആണ്. ഓക്കെ,
അപ്പോൾ മാക്സിമം ലോണും കയറും അതിൽ? മാക്സിമം കയറും. ഫുൾ തന്നെ കിട്ടും ഏകദേശം. ചാൻസ് ഉണ്ട് ഏകദേശം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ. നല്ലൊരു അടിപൊളി 7 സീറ്ററാണ്, അത്രയും ഫീച്ചേഴ്സുള്ള ഒരു 7 സീറ്റർ. അടുത്ത വണ്ടി ഇനി ഇതാ 3 റേഞ്ച് റോവർ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതിലാദ്യം നമുക്ക് തുടങ്ങാം HSC സ്പോർട്ട്. റേഞ്ച് റോവർ HSC സ്പോർട്ടാണ്. ഓക്കെ, പറയുള്ളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡലാണ്. ഓക്കെ. ഇതിൻ്റെ കിലോമീറ്റർ ഏകദേശം 80,000. 2015 വാഹനമാണ് അല്ല? കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. KL 13. ഓക്കെ. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം ഉണ്ടോ? കറക്റ്റ് കമ്പനി സർവീസ് പ്രോപ്പറായിട്ട് വരും. പ്രോപ്പറല്ല. ഓക്കെ, കറക്റ്റ് പ്രീമിയം വണ്ടികളാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകൾ തന്നെ ആയിരിക്കും അല്ലേ കൂടുതലും? ഓക്കെ, പറഞ്ഞോളൂ. റേറ്റ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടില്ല. ഓക്കെ, പുതിയ ലോട്ടാണ്. ഓൺ ദ റോഡ് കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഓൺ ദ റോഡ് 2 CR. അതിപ്പോഴത്തെ വണ്ടിക്ക് അന്നത്ര ഒന്നും ഉണ്ടാവില്ല അല്ല? ഓക്കെ. 2015 80,000 കിലോമീറ്റർ ഓടിയ HSC സ്പോർട്ട്. വില കൺഫേം ആയിട്ടില്ല, കേരള വണ്ടി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടായിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തൊരു അഡാറായിട്ട് എത്തിയിരിക്കുകയാണ്. റേഞ്ച് റോവറിൻ്റെ വോക്ക് SC ആണ്. V8 ആണ്. 8 സിലിണ്ടർ എഞ്ചിൻ വരുന്ന 4000 cc വരുന്ന വാഹനമാണ്. ഡീസൽ അല്ല? ഡീസൽ. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? സിംഗിൾ ഓണർ ഉണ്ട്. 2012-13 രജിസ്ട്രേഷൻ. ഓക്കെ, 13 രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. ഓക്കെ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റണ്ണിങ്. 90,000. ഇതും പ്രോപ്പർ ജെനുവിൻ സർവീസ് കാര്യങ്ങളൊക്കെ? വണ്ടി നമ്മൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നത്, കറക്റ്റ് സർവീസും കാര്യമൊക്കെ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രീമിയം പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊണ്ടു നടക്കുന്നവർ അങ്ങനെ കൊണ്ടു നടക്കൂല. കറക്റ്റ് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ വണ്ടിക്ക് പണി വന്നാൽ പിന്നെ നല്ല പൈസ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും അവർ. ഫീച്ചേഴ്സ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നിരത്തി എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ഓക്കെ. പ്രൈസ് ആയോ ഇതിൻ്റെ? ഇതിൻ്റെത് ഏകദേശം ഉണ്ട്. 2 ദിവസം കൊണ്ട് റേറ്റ് റെഡി ആകണം. ഓക്കെ, 2 ദിവസം കൊണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്രയുള്ള കാര്യങ്ങൾ. HSC നമുക്ക് നോക്കി ചെയ്യാം. സോറി, HSC അല്ല, വോഗ് SC. ഓക്കെ, നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. വേറെ പണികളൊന്നുമില്ലല്ലോ വാഹനത്തിൽ? ഒന്നുമില്ല, ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് എന്താ പറയുക, റേഞ്ച് റോവറിന് തന്നെ സെയിം സാധനമാണ്. ലാൻഡ് റോവർ ഡിസ്കവറി ആണ്. 7 സീറ്ററാണ് വരുന്നത്. KL 35 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ. 65,000 കിലോമീറ്റർ. 65 ജെന്യൂൻ കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. അങ്ങനത്തെ ക്ലെയിമോ കാര്യങ്ങളോ? ക്ലെയിം ഒന്നുമില്ല. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി, കമ്പനി സർവീസ് പ്രോപ്പർ ഹിസ്റ്ററി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ? കേരളത്തിൽ തന്നെ 1-2 വാഹനം ഇത് വന്നിട്ടില്ല. ഡിസ്കവറി 7 സീറ്ററിലല്ല? ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഫീച്ചേഴ്സ് വൈസ് നമ്മൾ ഇതിലൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സീറ്റ് വരെ ഫുൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫോൾഡിങ് കാര്യങ്ങളൊക്കെ, ഫോൾഡിങ് എല്ലാം ടച്ച് സ്ക്രീൻ എല്ലാം ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വിലയായോ എങ്ങനെയാണ്? വില ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൺഫേം ആയിട്ടില്ല അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ നല്ലൊരു റേറ്റിന് കിട്ടും. നോക്കാം. ഓക്കെ. BMW X5 KL 23 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഇത് വരുന്ന 2017 മോഡലാണ്. 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി എല്ലാം ഉണ്ട്. ഓക്കെ. പ്രൈസിൻ്റെത് കൺഫേം ആയിട്ടില്ല. ഏകദേശം നോക്കി ചെയ്ത് തരാൻ ഉള്ള ഉള്ളു. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് അത്ര ആയിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ പുതുതായിട്ട് വന്ന വണ്ടികളാണ്. ഓക്കെ. പ്രൈസ് റെഡിയാക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് വണ്ടികളുടെ ആദ്യത്തെ പറഞ്ഞു, ബാക്കിയുള്ള കുറച്ച് വണ്ടികളുണ്ടല്ലോ പെൻഡിങ്. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ വണ്ടിയിൽ? ഇല്ല, വേറെ ഒരു വർക്കും ഇല്ല. കേരള വണ്ടി, കറക്റ്റ് കേരള വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ്. 2017 X5 ആണ്. 17 X5 ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ബാക്കി ഇതിൻ്റെയൊക്കെ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്? ഒരു വർഷത്തേക്ക് ഒരു 10-30,000 രൂപയ്ക്ക് വരുമോ? 30-35 വരും. ആ റേഞ്ചിൽ ഇൻഷുറൻസ് മോഡലായതുകൊണ്ട് കുറച്ച്. നിലവിൽ ഇതിൻ്റെ ഇൻഷുറൻസ് ഫസ്റ്റ് പാർട്ടി ഇൻഷുർ അങ്ങനെയൊക്കെ വരിക ഉണ്ടല്ലോ? ഓക്കെ, നിലവിൽ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടായിരുന്നു? എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കാണിച്ച എല്ലാ വാഹനങ്ങൾക്കും നിലവിൽ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്
ഫോർച്യൂണർ ലെജൻഡറാണ് വാഹനം. KL 59, തളിപ്പറമ്പ്, കണ്ണൂർ തന്നെയാണ്. തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പറഞ്ഞോളൂ. 2022 മോഡൽ, 20,000 കിലോമീറ്റർ ഓടി, ലെജൻഡർ. 20,000 മാത്രമേ ഓടിയിട്ടുള്ളൂ, 1 വർഷം കൊണ്ട്. നോർമൽ ഓട്ടാണ്, സിംഗിൾ ഓണർ. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? ഇല്ല, വാറണ്ടി വാറണ്ടി ഉണ്ട്. 4 വരെ വരുന്നത്, അല്ല 25 വരെ വാറണ്ടി. 25 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, വേറെ ഒന്നും നോക്കാനില്ല. കേരള വണ്ടിയാണ് അല്ലേ ഇതും? അതെ. ഓക്കെ, ക്ലീൻ വാഹനമാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, 2022 അണ്ടർ കമ്പനി വാറണ്ടി വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഇനി ഒരുപാട് ചെറുവണ്ടികൾ യാർഡിലുണ്ട്, യാർഡിലുണ്ട്. അത് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്ത് കൊടുക്കാം. ഓഫറിൽ ചെയ്തു തരാൻ ഒരുപാട് വണ്ടികളുണ്ട് യാർഡിൽ. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവസാനത്തെ വാഹനവും കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ഷമ്മാസ്കയാണ്. പലർക്കും അറിയാമായിരിക്കും, മുന്നേ നമ്മുടെ ASRന്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഓണറാണ് ഷമ്മാസ്ക. അപ്പോൾ ഷമ്മാസ്ക, എന്താണ് പുതിയൊരു റീനോവേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും, എന്താണ് പറയാനുള്ളത്? ഇത് എല്ലാവിധ ലക്ഷറി കാറുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതൊരു ലക്ഷറി സെഗ്മെന്റ് മാത്രമാക്കില്ല. ഓക്കെ ഓക്കെ. നമ്മൾ താഴെ നമ്മൾ വേറെ യാർഡുണ്ട്, ചെറിയ വണ്ടികളുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വണ്ടികളുടെ വില കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞു തരാം. ഓക്കെ, കൺഫേം ആയി സ്റ്റോക്കാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ വേറെന്താ, ധൈര്യമായിട്ട് വണ്ടി എടുക്കാനുള്ള ഒരു ഉറപ്പ് എന്താ കൊടുക്കാനുള്ളത്? എല്ലാം നല്ല കണ്ടീഷനാണ്. പിന്നെ 2-3 വണ്ടി ഓൾറെഡി ഇപ്പോൾ വാറണ്ടി തന്നെ നിലവിലുള്ള വണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ. കമ്പനി വാറണ്ടി തന്നെയുള്ള നിലവിലുണ്ട്. പ്രീമിയത്തിലുള്ള പിന്നെ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടി, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വരാൻ. വന്നാൽ വില എന്തായാലും മാക്സിമം കുറച്ച് കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ഉറപ്പല്ലേ? ഉറപ്പാണ്. ടീം ടെക്കിൻ്റെ വീഡിയോ കണ്ടു പറയും, അതിന് പറയട്ടോ, നമ്മൾ ആദ്യം ചെയ്യുന്നതാണല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ പറയാം. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ബൈ.